ഹലോ വെൽക്കം ബാക്ക് ടു ഗൈനി പോസ്റ്റിംഗ്. ഇന്ന് നമ്മുടെ 5ാമത്തെ ഡേ ആണ് കേട്ടോ. പോസ്റ്റിങ്ങിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പാട്ടാണ് കേട്ടത്. ഗവൺമെന്റ് വണ്ടിയിൽ സ്റ്റെത്തിട്ട് പോരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ യാ മോനെ. ഇതുവരെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. ആദ്യം തന്നെ നമ്മൾ പോയത് ലേബർ റൂമിലേക്ക് ആയിരുന്നു കേട്ടോ. പോകുമ്പോൾ പേഷ്യൻ്റ് ഒക്കെ നമ്മളെ നോക്കുന്ന ഒരു നോട്ടുണ്ട്. ആ ഒരു ഫീലിന് വേണ്ടിയിട്ട് 6 കൊല്ലത്തെ കോഴ്സ് ചെയ്താൽ എന്താ, സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ലെങ്കിൽ എന്താ, നമ്മൾ ഹാപ്പി അല്ലേന്ന്. അതുപോലെ അങ്ങനെ ലേബർ റൂമിലത്തെ ഫസ്റ്റത്തെ പരിപാടി ലേബറിന്റെ നോട്ട്സും ബാക്കി ഡിസ്ചാർജ് ഒക്കെ ചെയ്തലാണ്. നമ്മൾ ഒരു ഡേ വെച്ചിട്ട് അപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്യും കേട്ടോ. പിന്നെ വാർഡിൽ പോയിട്ട് ബിപിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. നമ്മളെ കാണുമ്പോൾ ആ പേഷ്യൻസിന്റെ മുഖത്ത് വരുന്ന ഒരു ചിരി, അതുപോലെയാണ് ഓരോ രോഗം മാറ്റാൻ. രാവിലെ തന്നെ ഇങ്ങനത്തെ പ്ലസന്റ് സ്മൈലൊക്കെ കാണുന്നതുകൊണ്ടാണ് കേട്ടോ അന്നത്തെ ദിവസം നമ്മളും ബെറ്റർ ആയി പോകുന്നത്. അങ്ങനെ ബിപിയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യന്റിനെ നല്ലോണം പരിശോധിച്ച് നോട്ട് ചെയ്യണം. എന്തെങ്കിലും പുതിയ ഫ്രഷ് കംപ്ലൈൻറ്റോ കാര്യങ്ങളുണ്ടോ, പുതിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടോ, ഫീവർ ഉണ്ടോ. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീവർ വരും കേട്ടോ. കാരണം 100 കണക്കിന് വെറൈറ്റി കീടാണുക്കളാണുള്ളത്. സോ ആരെങ്കിലും കാണാനെന്ന് പറഞ്ഞിട്ട് മണ്ടി പാഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കെട്ടിയെടുക്കാണ്ടിരിക്കുക. നിങ്ങൾ വരുമ്പോഴും പുതിയ എന്തെങ്കിലും കീടാണു കൊണ്ടായിരിക്കും വരിക. അത് അവർക്ക് ദോഷം മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത പേഷ്യൻറ്റ് നമുക്ക് മുട്ടയൊക്കെ കൊണ്ടുവന്ന് തന്നിന് കേട്ടോ. കുറേ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അവിടെയുള്ള കുട്ടിയൊക്കെ എന്നെ കൊടുത്ത് അവരും കൂടി കുറച്ചൊന്ന് ഹാപ്പി ആവട്ടെ എന്ന്. പിന്നെ കുറച്ച് നേരം വാർഡിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവരൊക്കെ കാണുമ്പോഴാണ് ഓർമ്മ വരെ ഇതേപോലെ കയാ മതിയേനി. എന്നാൽ പിന്നെ പഠിക്കും വേണ്ട, പണിക്കവും വേണ്ട, രാവിലെ നീക്കും വേണ്ട, തോന്നുമ്പം എണീക്കുക, തോന്നുമ്പം ഫുഡ് നേരെ തൊള്ളയിലാക്കി കിട്ടും. എന്ത് സുഖാലേ. ഓയ് ഓ നീന്താരെ चाहिए चाहिए कि नहीं चाहिए लेके जा रहे പോവാ. കുട്ടികളെ കളിപ്പിച്ചും ചിരിപ്പിച്ചിരുന്നുകൊണ്ട് നല്ലോണം നേരം വൈകിയിരുന്നു കേട്ടോ. OPD പോയി കുത്തിരുന്നപ്പോൾ തന്നെ സാറ് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഈ ഒരു എക്സ്റേ എന്താണെന്നും ഇതിലൂടെ എന്താണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്നുള്ളതും. സോ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ കുറച്ച് നേരം കുത്തിരുന്ന് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, എന്നാൽ പോയിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാന്നുള്ളത്. അങ്ങനെ പാലിനും കൂടി കൂട്ടിയിട്ട് നമ്മൾ പുറത്ത് പോയി. പുറത്ത് നിന്ന് കടകളൊക്കെ അധികം അടച്ചു കിടക്കുകയായിരുന്നു ചായൻ്റെ ഒക്കെ. അങ്ങനെ ഒരു മൗണ്ടൻ ഡ്യൂയും പിന്നെ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ച് തിരിച്ചു പോകുന്നുട്ടാ. बस हो गया ये अंकल जल्दी जाओ, धूप से है ना काला हो जाएगा. अंकल धूप से जल्दी जाओ ना, काला हो जाएगा. वो तो हम मैं तो काला हूँ पहले से है ना. जल्दी जाओ, काला हो जाएगा. हाँ काला है वो भी. हाँ अच्छा. ഒന്നുമില്ല കേട്ടോ, വെയിലത്തുനിന്ന് അങ്കിളിനോട് വേഗം പോകാൻ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇത് ഈ ഒരു ടൈമിൽ ഇവിടെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പയാട്ടോ. നല്ല ടേസ്റ്റാണ്. ഇച്ചിരി നമുക്കും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മോനെ ഒരു രക്ഷയില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കപ്പലണ്ടിയൊക്കെ കഴിക്കുന്ന പോലെ കുറച്ച് കഴിക്കാട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ആയതുകൊണ്ട് വിഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റാണ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ടു. നാട്ടിലൊന്നും കാണുമല്ലോ കേട്ടോ. നിങ്ങളിങ്ങനെ മൾബറിയാന്നൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷേ അതൊന്നും അല്ല കേട്ടോ സാധനം. പിന്നെ നമ്മൾ നേരെ ലേബർ വാർഡിൽ പോയി കുറച്ച് നേരം ഫണ്ണാക്കാൻ. ഗൈസ് ഡോക്ടറായി കഴിഞ്ഞാൽ അടുത്ത മെച്ചം. ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മിഠായി കിട്ടും. बोलो डॉक्टर फाइस बिजी है, बहुत बिजी है. बिजी है. मिठाई खा रहे हैं अब. खाने के टाइम में कोई डिस्टर्ब करता है क्या? ഗൈസ് ഇങ്ങനെ മുട്ടായി കഴിയാം. നമുക്ക് വേണമെങ്കിൽ ഓഫ് ആവുന്നില്ലേ? ഓഫ് ആവണ്ട. ഖാനേ അത് കഴിഞ്ഞ് പിന്നെ OPD കുറച്ച് നേരം കുത്തിരുന്ന് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാർ നമ്മളോട് പറഞ്ഞ് പോയിട്ട് നാളെ വാടാന്നുള്ളത്. കാരണം നാളെ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ ബസ് കയറാൻ പോയി. അപ്പോൾ പായന്ന് ഒരേ ഭാഷ ഞാൻ ബസ് മറിച്ചിട്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ മറിച്ചിട്ടാന്നുള്ളത്. അങ്ങനെ വെറും കുൽക്കലായിരുന്നു കേട്ടോ. അങ്ങനെ കുൽക്കൽ കണ്ടപ്പോൾ ബസ്സിലുള്ള ആൾക്കാരൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് നമ്മൾ നിർത്തി വെച്ചിട്ട് നാളെ ഇങ്ങനെ ഇറക്കി വിട്ട് വിഷമമുണ്ടോ? അത് കഴിഞ്ഞ് നമ്മളൊരു കരിമ്പിൻ ജ്യൂസും കുടിച്ച് നേരെ പോയി മുടി വെട്ടിച്ച്. കാരണം ഇന്നൊരു പരിപാടിക്ക് പോകാനുണ്ടായിരുന്നു. ഒളിച്ചോണ്ട് പോണേ, ഒളിച്ചങ്ങടെ പോണേ. മിനിയാന്നത്തെ വ്ളോഗിൽ കാണിച്ച കുട്ടീൻ്റെ മുടി കളിച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയായിരുന്നു അവർ വണ്ടി കൊണ്ടുവന്ന് കൊണ്ടുപോകാൻ. അസ്സലാമു അലൈക്കും.
कैसे हो നമ്മളെ നാട്ടിലെ പോലെ മുടികാൽച്ചിന്റെ ഇവരുടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറാണ് ദാവത്താണ്. നമുക്ക് പിന്നെ ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അവരെ ജ്യൂസ് അവരെന്നെ ഉണ്ടാക്കി തന്ന് അങ്ങനെ അതും കുടിച്ച് പിന്നെ മട്ടന്റെ തരി എന്ന് പറയട്ടോ ഈ ഒരു കാര്യം പോലുള്ളതാണ് അതൊക്കെ കഴിച്ച് പിന്നെ അവരോട് തേങ്ങയും ചക്കിയും നാട്ടിലത്തെ കാര്യം ദുബായിത്തെ കാര്യം അവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പിന്നെ അവരോട് പറഞ്ഞ് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവർ കൂടിയുള്ള ഫുഡ് പാക്ക് ചെയ്ത് തരാന്. അപ്പൊ അവര് ഇങ്ങോട്ടേക്ക് പാക്ക് ചെയ്ത് നമുക്ക് റൂമിലേക്ക് എത്തിച്ചു തന്നു കേട്ടോ. രാവിക്കട്ടെ എങ്ങോട്ടാ സീനാണോ മുണ്ടെന്തിനാടാ പാണ്ടി മര്യാദക്ക് പറയണത് ഈ ഡയലോഗ്. ഇത്രക്ക് പ്ലേറ്റോ? അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്ന നമ്മളാരും MBBS പോയിട്ടില്ല. അല്ല എന്നോട് ചോദിച്ചിരുന്നു. നിങ്ങളും കഴിക്കണം. ഞാൻ കഴിക്കുന്നില്ലടാ. അല്ലേ നമുക്ക് അന്നദാനം നടത്തിയാലോ ഇവിടെ. റാബിയുടെ ചോറ് വിളമ്പലാണ്. ചോറല്ല കറി വിളമ്പൽ. അടിച്ച് കേറി വാ മോനെ. അങ്ങ് വിളമ്പും മോനെ. റോബിനി എന്റെ ബെഡ് ചീത്താക്കി ഇത് വെച്ചിട്ട് അവിടെ ഫുള്ള് ഓയിലായി. ഇനിയിപ്പോ എനിക്ക് കഴുകിയത് നീ അതാണ് വരാൻ വഴിക്കുക. ഞാൻ കുറച്ച് ഇതൊക്കെ വെള്ളമൊക്കെ ഇട്ടിട്ട് ഇതാക്കിയത്. ഞാനൊരു കാര്യം പറ്റേ എല്ലാരും നിർത്തിയിരുന്ന ഞാൻ എത്ര ചോറാ തന്നാലേ? ഇന്നത്തെ ഭക്ഷണം സ്പോൺസർ ഭക്ഷണം സ്പോൺസർ ചെയ്ത പൈസക്ക് ആളുകൾ എനിക്കല്ല, തന്ന ആൾക്കാർക്ക് തന്ന ആൾക്കാർക്ക് നന്ദി, നമസ്കാരം, സുപ്രഭാതം. അതല്ല റാബി എന്തോ കാണിച്ചു തരാൻ തോന്നുന്നുണ്ട്. ഇന്ന് പട്ടിണി കിടക്കുമായിരുന്നു ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്നു സഹായിച്ചില്ല. ഇതായിരിക്കാ എനിക്ക് ഇത്ര വലിയ മനസ്സിന് റോബി ഒന്ന് ഇരിക്കും. കുറെ നേരം കൊണ്ടി പിൻഭാഗത്ത് ചെരുപ്പം മാറ്റി വെച്ച് എൻ്റെ അടുത്ത് എങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഒന്നെടുക്ക് കൊടുക്ക്. രണ്ടാമത്തെ കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ ശരിക്കും എടുപ്പിച്ച. സത്യം പറ, ഞാൻ എങ്ങനെ തരും? ഞാനത് പീസ് ഇട്ടെടുക്കാം. വേണ്ട, ഓക്കെ അല്ലേ? നീ ചോറും കൂടെ കഴിച്ചോ? റോബി ചോറ് ഫുള്ള് ഫിനിഷ് ആക്കാൻ പോവാണ്. റോബി വെച്ചോടാ.